റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഫ്രഷ് കട്ടിനെതിരായ സ്റ്റോപ്പ് മെമ്മോയിൽ ഗുരുതരമായ വീഴ്ച ചൂണ്ടിക്കാട്ടി കോടതി കുറ്റം തെളിയിക്കാതെ നടപടിയെടുത്തു. മാലിന്യം പുഴയിലേക്ക് ഒഴുകിയതായി കണ്ടെത്തിയിട്ടില്ല. ഇതിനായി മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിശോധന നടത്തിയിട്ടില്ല എന്നും കോടതി പറയുന്നു. പഞ്ചായത്തിന്റെ പരിശോധനയിൽ മാലിന്യം പുഴയിലേക്ക് ഒഴുകിയെന്ന് കണ്ടെത്തിയിട്ടില്ല. സ്റ്റോപ്പ് മെമ്മോ നൽകുന്നതിന് മുൻപ് നോട്ടീസ് അയച്ചില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. VS രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ ഫ്രഷ് കട്ടിന് അനുകൂലമായ ഒരു പ്രതികരണമാണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റോപ്പ് മെമ്മോ കൃത്യമായ പരിശോധനകളില്ലാതെ നൽകിയതാണെന്നാണോ കോടതിയുടെ കണ്ടെത്തൽ? VS രഞ്ജിത്ത്. തീർച്ചയായിട്ടും 24 മണിക്കൂറിന്റെ ആയുസ് പോലും ഇല്ലാത്ത ഒരു സ്റ്റോപ്പ് മെമ്മോ ആണ് ഇപ്പോൾ ഫ്രഷ് കട്ടിന് നൽകിയെന്നുള്ളതാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി ആ സ്റ്റോപ്പ് മെമ്മോ ഹൈക്കോടതി റദ്ദു ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉത്തരവിൽ പോലും പറയുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്റ്റോപ്പ് മെമ്മോ നൽകുന്നു എന്നുള്ളതാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കുറ്റം കണ്ടെത്താതെ നടപടിയെടുക്കാൻ സാധിക്കാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ കുറ്റം കണ്ടെത്താൻ വേണ്ടി ഒരു പരിശോധന പൊല്യൂഷൻ കൺട്രോളിന്റെ ഭാഗത്തുണ്ടായില്ല. അതായിരുന്നു ആദ്യത്തെ നടപടിക്രമം. അല്ലെങ്കിൽ അവർക്ക് നോട്ടീസ് കൊടുക്കണമായിരുന്നു. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തിന് ഒരു നോട്ടീസ് കൊടുത്ത് അതിന് മറുപടി വാങ്ങണമായിരുന്നു. അത്തരത്തിൽ നോട്ടീസ് കൊടുക്കുകയോ പരിശോധന നടത്തുകയോ ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് കിട്ടി ആ റിപ്പോർട്ട് വെച്ചുകൊണ്ട് ഒരു സ്റ്റോപ്പ് മെമ്മോ നൽകുകയോ അല്ല ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റോപ്പ് മെമ്മോ അത് പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കട്ടിപ്പാറ പഞ്ചായത്ത്, ഈ ഫ്രഷ് കട്ട് ഫാക്ടറി നിലനിൽക്കുന്ന കട്ടിപ്പാറ പഞ്ചായത്തിന്റെ സെക്രട്ടറി നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അവിടെ അത്തരത്തിലൊരു മലിനീകരണ പ്രശ്നമില്ല എന്നുള്ളതാണ്. അങ്ങനെ സെക്രട്ടറിയുടെയും പഞ്ചായത്തിന്റെയും റിപ്പോർട്ട് നെഗറ്റീവായി, അതായത് സമരക്കാർക്കെതിരെ നിലനിൽക്കുമ്പോഴാണ് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഭാഗമായി സർക്കാർ ഇത്തരത്തിലൊരു സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നത്. സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഫ്രഷ് കട്ട് പൂട്ടാനുള്ള നടപടിയായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ ഒരു അമിതാവേശം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയുടെ ഈ സ്റ്റോപ്പ് മെമ്മോയിൽ നിന്ന്, ഈ സ്റ്റേ ഓർഡറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു സ്റ്റോപ്പ് മെമ്മോയിൽ നിന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. പഞ്ചായത്തിന് വലിയ തിരിച്ചടിയായിട്ടുള്ള തീരുമാനമാണ് കോടതിയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത്.